ഹലോ ഹായ്, അസർബൈജാനിലെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അസർബൈജാനിലെ മറ്റ് വ്ളോഗുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുഡുകൾ ഞാൻ ഇവിടെ വന്ന് കഴിക്കുന്ന ഫുഡുകൾക്ക് മാത്രമായിട്ട് ഒരു വ്ളോഗ് സംരംഭം ചെയ്യുകയാണ്. ഇപ്പോൾ അസർബൈജാനിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ വന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. അതിൻ്റെ അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടുന്ന് ഇറങ്ങി വന്നാൽ തന്നെ ഒരു പഴയ ഒരു എന്താ പറയുക, പഴയ കൾച്ചറിലുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ കയറി വരുമ്പോൾ തന്നെ നോക്കും, ഇവിടുത്തെ സിസ്റ്റം തന്നെ ഭയങ്കര രസമുണ്ട്. പഴയ കാലത്തെ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഇത് ഇതിൻ്റെ ഇൻറ്റീരിയറിലതൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ് ചെയ്യുന്നത്. ഡോറ് കാര്യങ്ങൾ, ഇതിൻ്റെ സീറ്റിങ് എല്ലാം ഇവിടെ ലൈവായിട്ട് മ്യൂസിക് ഉണ്ട്. കണ്ടാ ഒരാളാണ് മ്യൂസിക് കളിക്കുന്നുണ്ട്. ഇവിടുത്തെ സീറ്റിങ് പഴയ രീതിയിലുള്ള സംഭവങ്ങളാണെന്നുള്ളതൊക്കെ. ഇവിടുത്തെ ഫുഡ് എന്താണെന്നുള്ള കാണിച്ചു തരാം. ചായ എന്ന് പറയണത് ഉണ്ടല്ലോ, ഇത് ഇവർ ഒഴിച്ചുകൂടാനത് സംഭവം. സാധാ ചായ സുലൈമാനാണ് ഈ ഷുഗർ ഇട്ടിട്ട്. ഇവരെന്ത് പാർട്ടി എന്ത് തന്നെ, ഇവർ 4 ആൾ കൂടുന്നുണ്ട്, ഇവരൊക്കെ ഈ ചായ മസ്റ്റാണ്. ചായ ഫസ്റ്റ് അസർബൈജാനിൽ വന്നിട്ട് കഴിക്കാൻ പോകുന്നത് കബാബും മിക്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രില്ലാണ്. ഇതിൽ ചിക്കനും മട്ടനും ബീഫും എല്ലാം മിക്സായിട്ട് അതിന് ഇവരുടേതായ ഒരു റൈസ് ഉണ്ട്. പിന്നെ ഒരു ഇവരൊരു ബ്രെഡ് ആണ് സംഭവം, തന്തൂരി ബ്രെഡ് അതിന്. അപ്പോൾ ഇതാണ് ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരൊരു ബ്രെഡ്, സ്പെഷ്യൽ റൈസ്, പിന്നെ ചിക്കൻ ഗ്രില്ല് ഇത്, പിന്നെ മട്ടൻ, പിന്നെ ബീഫുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ. റൈസ് ഒരു ലെമൺ റൈസ് പോലെ ഒരു റൈസാണ്. പിന്നെ ചിക്കൻ ഗ്രില്ല് കുഴപ്പമില്ല. നമ്മളെ അവിടെ ഇതുപോലെ ഷേഷ് തൗക്കൊക്കെ കഴിക്കില്ല, ആ ഒരു ടേസ്റ്റ്. മട്ടൺ, ഒരു ബ്രെഡ്, ഇവരേതായ സ്റ്റൈലുള്ള കഴിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് കഴിച്ചു. ഇവരുടേതായ ഒരു സ്റ്റൈലിലെ ഫുഡ് കണ്ടാ. അപ്പോൾ അവർക്കൊന്ന് ടേസ്റ്റ് വേണ്ടിയിട്ടാണ് അതെന്നെ കഴിച്ചത്. അതിന് മറ്റുള്ള ഫുഡുകളൊക്കെ കഴിച്ച് എല്ലാം കൂടിയിട്ട് ഒറ്റ വ്ളോഗാക്കിയിട്ട് ഇവിടുത്തെ ഫുഡുകൾ എന്താ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. രാത്രിക്കുള്ള ഭക്ഷണത്തിന് ഇവിടെ ഷോപ്പിൽ വന്നതാണ്. ഇതിലിങ്ങനെ ബീഫ്, ചിക്കന്, പൊട്ടാറ്റോ, വെജിറ്റബിള്, ചീസൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചീസാണ് പറഞ്ഞത്, ഒരു ചീസ് ഉണ്ടാക്കുകയാണ്, ഇതിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ്. പരത്തുന്ന സ്റ്റൈല് വന്നിട്ടുണ്ട്, അത് കോല് വെച്ചിട്ടേ. അതിൽ ചീസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം റെഡിയായി. ഇത് മടക്കി അവർ കവറിലാക്കി തരുന്നു. ഞങ്ങൾ നൈറ്റ് കഴിക്കുന്ന ഫുഡാണ്. ഇന്ന് രാവിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇൻക്ലൂഡാണ് ആ ഹോട്ടലിൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇവർ നിരത്തി വെച്ചിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. കോഫി, ഇവരെ സ്പെഷ്യൽ ബ്രെഡുകളാണ്. ഞാൻ ഇന്നലെ ഉച്ചക്ക് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചതില്ല അതിൻ്റെ ടൈപ്പ് ഫുഡ്, എന്തോ സ്വീറ്റ്സ് കാര്യങ്ങൾ, ചീസ്. ഇത് മീറ്റാണ്, ഇതിൻ്റെ പേര് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ഇത് പച്ച ഇതാണ്. ഇതിങ്ങനെ കഴിക്കാൻ നമുക്ക് കേട്ടോ. ഇവിടെ ഈജിപ്തുകാരും ഇവരൊക്കെ കഴിക്കുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് മുന്നേ. പിന്നെ ഇതോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ, പിന്നെ ഒലീവ്സിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, സലാഡുണ്ട്. ഇനി ഇതിൽ സോസേജ്, റൈസ് അങ്ങനെ ഉണ്ട്. ഇത് സൂപ്പ് അതൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. ഇതിലും അവരുടെ എന്തോ ഫുഡാണ്.
എഗ്ഗ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ മിക്സ് ആയിട്ട്, ഇതിനൊന്നും പേരൊന്നും എനിക്ക് അറിയുന്നില്ല. ഓംലെറ്റ് ഉണ്ട്, ഇനി വേറെ എന്തൊരു സംഭവം, പിന്നെ ന്യൂട്ടല, ചോക്ലേറ്റ്, ഹണി, അങ്ങനത്തെ സ്വീറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗാവ നമുക്ക് പൊടിച്ചിട്ട് ഗാവ കുടിക്കാം, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അങ്ങനെ ജ്യൂസുകൾ ഇങ്ങനെ ഉണ്ട്. ഇത്രയാണ് ഇവിടെ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ സംഭവങ്ങൾ. അടിപൊളിയായിട്ട് കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനിയും എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഞാനിപ്പോൾ ഉള്ളത് കുബ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ലൈക്കാണ്, റിവറാണ്, പക്ഷേ ഫുള്ള് ഐസായി കിടക്കുന്ന സ്ഥലമാണ്. അതൊക്കെ എൻ്റെ ബ്ലോഗിലുണ്ടാവും. ഞാനിപ്പോൾ ഫുഡിൻ്റെ ഇത് മാത്രമാണ്, ഞാൻ ഇത് ഫുഡിൻ്റെ ബ്ലോഗായ കാരണം ഇവിടെ നിന്ന് കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതാ ഇവരെ മെനു, ഒരുപാട് ഫുഡ് കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാനിവിടെ വരുമ്പോൾ ഇവർ അസർബൈജാൻ്റെ ഫുഡുകളൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഷാ പുലാവ് ഇവരെ മെയിൻ ഇതാണ്. ഇവർ അസർബൈജാൻ്റെ മെയിനാണ് ഷാ പുലാവ്. ഇതിൽ മട്ടനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. വേറെ കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ ഷായ് പുലാവ്. ഷായ് പുലാവ് ഇതൊരു കോട്ട് ചെയ്ത് കുബൂസ് പോലത്തെ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് റൈസ് ഉള്ളത്. ഇതിപ്പോൾ 2 ആൾക്കുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. വൈറ്റ് റൈസാണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ളത്. ബീഫ് ഓർ മട്ടൻ? ബീഫ് ഷായ് പുലാവ് ബീഫ്, അതോടെ മിക്സ് ചെയ്യാണ്. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ബീഫ്. ഇവിടെ ഇവർ നമ്മളെ കൂടെയുള്ള ഇവിടുത്തെ ഹസറികൾ, ഇവിടെ നമ്മളെ ഗൈഡിൻ്റെ ഫാദറാണ്. ഇവർ അവരുടേതായ ഒരു ബീഫ് സ്റ്റീക്കും അങ്ങനെ ഗ്രില്ല് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇവരെ കൂടെ ഉള്ള ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ ബ്രെഡാണ്. അത് കഴിച്ചു നോക്കിയിട്ട് വിവരം പറയാം. അതാണ് ബീഫിൻ്റെ ഷായ് പുലാവിലെ ബീഫാണത്. ഇവരുടെ ഒരു ട്രഡീഷണൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ഇവരെ റൈസ് ഒരു ലെമൺ റൈസ് പോലെയാണ്, അതിനൊരു വ്യത്യാസം. ഇവരെ പുലാവ് പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ബീഫ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഈ റൈസിൽ ആപ്രിക്കോട്ട് ഉണ്ട്. ആപ്രിക്കോട്ട് ഇട്ടിട്ട് അതാണ് ഒരു പുളിപ്പ് വരുന്നത് ഈ ചോറിന്. പുളിപ്പല്ല, ഒരു പ്രത്യേക ആ ഒരു ആപ്രിക്കോട്ടിൻ്റെ ടേസ്റ്റ് ഇടാം. പിന്നെ ഇത് അസർബൈജാൻ്റെ 3ാമത്തെ ദിവസമാണ്. ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വേറെ ഒരു ട്രഡീഷണൽ ഫുഡുകളൊക്കെ അതൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡോണർ കബാബ് എന്നുള്ള ഒരു ഫുഡുണ്ട്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഷവർമയും. ഇത് രണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അടിപൊളി ഒരു റെസ്റ്റോറൻ്റാണ്, അത്യാവശ്യം സൗകര്യമുള്ള റെസ്റ്റോറൻ്റാണ്. ഉർഫ സോഫ്രാസി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല വൃത്തിയും നല്ല അത്യാവശ്യം സെറ്റപ്പുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഉർഫ. ഇദ്ദേഹമാണ് ഉണ്ടാക്കിയത്. 1984 പഴയ റെസ്റ്റോറൻ്റാണ്. ഇവർക്ക് ഇവിടെ സിറ്റിയിൽ 3 റെസ്റ്റോറൻറ്റുകളുണ്ടെന്നാണ്. ഒരുപാട് പഴക്കം, ഒരുപാട് ഫേമസ് ആണ്. അസർബൈജാനിൽ ഈ ഒരു ഏരിയയിൽ ടൗണിൽ ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറൻ്റാണ്. ഇതാണ് ഡോണർ കബാബ് എന്നുള്ളത്. പിന്നെ ഇത് ഷവർമ, ഇവരെ സ്പെഷ്യൽ ഷവർമ. അത്യാവശ്യം വലുപ്പമുണ്ട് ഷവർമ. ഡോണർ കബാബ് എന്നുണ്ട്. പറയുമ്പോൾ സാൻഡ്വിച്ച് ആണെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള സംഭവമാണ്. സാൻഡ്വിച്ച് ഇവിടെ തിന്നേണ്ടതാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡോണർ കബാബ് അടിപൊളിയാണ് കേട്ടോ. മീറ്റാണ് അത്, ചിക്കനും ഉണ്ട് മീറ്റും ഉണ്ട്. ചിക്കനാണ് അല്ല മീറ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. വെജിറ്റബിൾ ചീസ് ഉണ്ട് തോന്നുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഈ ഡോണർ കബാബ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരാൾക്ക് കഴിച്ചാൽ തന്നെ മതിയാവും. എൻ്റെ ഷവർമ അത്ര വലുപ്പമുണ്ട്.
അതുകൊണ്ട് കഴിക്കുന്ന ജസ്റ്റ് ടേസ്റ്റൊക്കെ തന്നെ ഇത് രണ്ടും വാങ്ങിയത്. ഗുഡ്. എനിക്ക് കൂടുതലും പക്ഷേ ഇതിനായിട്ട് ഇഷ്ടമായത് ഡോണർ കബാബാണ് എനിക്ക് ഇഷ്ടമായത്. പക്ഷെ കുഴപ്പമില്ല, ഓൾസോ ഇതും നന്നായിട്ടുണ്ട്. ഫുഡ് കഴിഞ്ഞാൽ ഒരു ചായന് ഇതുവരെ പ്രത്യേകത ഉണ്ടാകും. ചായ എന്ന് പറയുന്നത് നമ്മുടെ സുലൈമാനിൻ്റെ ഈ ഒരു ടൈപ്പാണ്, അങ്ങനെ ക്യൂബായിട്ടുള്ള ഒരു ഷുഗറാണ് ഉപയോഗിക്കുന്നത്. അതിലിടുന്നു. ഇതിന് മാത്രമൊരു വീഡിയോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചായ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഷുഗർ ഉണ്ടല്ലോ, പക്ഷെ സ്പൂണ് തന്നില്ല. അപ്പം ഞാനെന്താ ഈ സ്പൂണ് തരാത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് ഇപ്പം ഈ ഷുഗറിൻ്റെ ഈ ക്യൂബ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വായലിട്ട് പിടിക്കുക. നമ്മൾ സാധാരണ ചില ഷുഗർ അതിലിട്ടിട്ട് സ്പൂണിൽ ഇളക്കുന്ന പരിപാടിയില്ല. ഈ ഷുഗർ പൊട്ടിച്ചിട്ട് ഈ ക്യൂബ് ഉണ്ടല്ലോ, ഇത് വായലിട്ട് പിടിക്കും. എന്നിട്ട് ഈ സുലൈമാന് ഇങ്ങനെ കുടിക്കും. ഇതാണ് ഒരു സ്റ്റൈൽ. അതറിയുന്നായിരുന്നില്ല, ഞാൻ പൊട്ടിച്ചിട്ട് ഇളക്കാൻ നോക്കിയതാണ്. ഇവരത് സ്പൂണ് തരാത്തെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഗൈഡ് പറഞ്ഞു തരിക ഇവരെ സ്റ്റൈൽ എങ്ങനെയാണ്. അപ്പോൾ ആ ചായ കുടിച്ചുകൊണ്ട് അസർബൈജാനിലെ ഈ ഫുഡിൻ്റെ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു എല്ലാ കഴിക്കുന്ന ഭക്ഷണം സ്പെഷ്യലായിട്ട് നമ്മളിവിടെ നിന്ന് കഴിക്കേണ്ടതെന്ന് മാത്രമാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അസർബൈജാനിൽ നിന്നും